വെൽക്കം ബാക്ക് ടു ആംസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് വന്നിട്ട് ഒരു ബ്രൈഡ് ടു ബി ആണ് കേട്ടോ. അപ്പോൾ ഒരു സർപ്രൈസ് ബ്രൈഡ് ടു ബി ആണ്. അവളോട് ഞങ്ങൾ ഒട്ടും പറഞ്ഞിട്ടില്ലായിരുന്നു ബ്രൈഡ് ടു ബി ഞങ്ങൾ തരുന്നൊന്നും. ബ്രൈഡ് ടു ബി ഒന്നും വേണ്ട, എന്തിനാണത് എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അവൾക്ക് ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് വിഷുവിന് തലേന്നാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം വിഷു ഫോട്ടോഷൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ റെഡിയാക്കാൻ നിൽക്കുന്നത്. പക്ഷേ ഡ്രസ്സ് കൈ കൊടുത്തപ്പോൾ സംഭവം ആ പ്ലാൻ ബി ആയി പോയിട്ടുണ്ട്. കാരണം ആ ഡ്രസ്സും വിഷു ഫോട്ടോഷൂട്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷേ അവൾ അപ്പോഴും വിചാരിച്ചത് ഞാൻ യൂട്യൂബിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വെറുതെ അവൾ ഒരുക്കിയതാക്കുമായിരിക്കും, അങ്ങനെയൊക്കെയായിട്ടോ വിചാരിച്ചത്. എന്തൊക്കെയായാലും നമുക്ക് വീഡിയോ ഫുള്ള് കണ്ടു നോക്കാം. അപ്പോൾ അവളിങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താണമ്മോ എന്താണിത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3-4 പേര് മാത്രമാണ്. അപ്പോൾ കസിനും വന്നിട്ടുണ്ട്. അവൾ പെട്ടെന്ന് വരേണ്ടി വന്നതാണ് കേട്ടോ. അവളും പെട്ടെന്ന് ഞങ്ങളിങ്ങനെ തീരുമാനമായതും വന്നതും ഒക്കെ ഒരുമിച്ചായിരുന്നു. അങ്ങനെ അവളും ഞാനും പൊന്നു പിന്നെ അനിയത്തി, ഞങ്ങൾ 4 പേര് മാത്രമാണ് കേട്ടോ ഈ ഒരു ഫോട്ടോഷൂട്ടിലുള്ളത്. അപ്പോൾ ഞാൻ ചെറിയൊരു ലൈറ്റ് മേക്കപ്പൊക്കെ അവൾക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്ത് ഒന്ന് ഒരു ഫ്രഷ് ലുക്ക് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുമ്പോൾ എൻ്റെ അടുത്തുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും ഓളം ഒരുക്കാറ്. എൻഗേജ്മെൻറ്റും ഞാൻ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഇനി വരുന്ന ഫംഗ്ഷനും കല്യാണം ഒഴിച്ച് ബാക്കി ഫംഗ്ഷൻസിനൊക്കെ ഞാൻ തന്നെയായിട്ടോ റെഡിയാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക കേട്ടോ. കസിൻ പെട്ടെന്ന് പറയാണ്ട് വന്നപ്പോൾ എന്തിനാ വന്നത് എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവൾ കൊണ്ടോട്ടി വരെ വന്നപ്പോൾ ഒന്ന് ഇവിടേക്ക് വെറുതെ വന്നതാണ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞ് ഒപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ ഞങ്ങൾ അതിനിടയ്ക്ക് ഏട്ടൻ കണിക്കൊന്നയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. കാരണം അതൊന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരുടെ സഹകരണം ഉണ്ടായിരുന്നു. അവളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ജസ്റ്റ് ഒന്ന് മേക്കപ്പ് കൺസീലൊക്കെ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു കൺസീൽ പാലറ്റ് ഞാൻ പുതിയതായിട്ട് വാങ്ങിയതായിരുന്നു കേട്ടോ. നമ്മുടെ ഇൻസൈറ്റിൻ്റെ ആണ്. നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ട് ആ ഒരു കൊടുത്ത ക്യാഷിനുണ്ട് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഹൈഡ് ആകുന്നുണ്ട് എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി. നിങ്ങൾക്ക് ഒരു കൺസീലർ പാലറ്റ് നോക്കുന്നുണ്ടെങ്കിൽ ഒരു അഫോർഡബിൾ റേറ്റിലാണെങ്കിൽ കൺസീലും അതുപോലെ നമുക്ക് കളർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും കോണ്ടോർ ചെയ്യാനുള്ളതൊക്കെ എല്ലാം കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യം തന്നെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം, ഓറഞ്ച് കറക്റ്റ് വെച്ചിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷമാണ് ഒന്ന് കൺസീൽ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട്. ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറച്ച് സൗണ്ടിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാരണം ഞാനത് ചില ഭാഗമൊക്കെ മ്യൂട്ടാക്കി കൊടുത്തിട്ടുള്ളതാണ്. അവൾക്ക് നല്ല അണ്ടർ ഡാർക്ക്നെസ് ഉണ്ട് കേട്ടോ. അത് കാരണം ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊരു 1.5 മണിക്കൂറിനുള്ളിൽ നമ്മൾ മേക്കപ്പും അതുപോലെ നമ്മൾ ബ്രൈഡ് ടു ബിൻ്റെ സെറ്റാക്കലും ഫോട്ടോഷൂട്ടും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം കസിന് 5 മണിയാകുമ്പോഴേക്ക് തിരിച്ച് പോകണമായിരുന്നു. ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് തന്നെ 4 മണിക്കാണ്. കാരണം എനിക്കും ഉച്ചയ്ക്കൊക്കെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്ന് ഇത് പെട്ടെന്ന് പ്ലാൻ ചെയ്യലും എല്ലാം കൂടെ ആയപ്പോൾ നമുക്ക് ആകെ 2 മണിക്കൂറൊക്കെ കൈ കിട്ടിയിട്ടുണ്ടായിരുന്നു തീരുമാനമായി വന്നപ്പോഴേക്ക്. അതുകൊണ്ട് മൊത്തം ഷടപടേന്നായിരുന്നു. ചെറുതായിട്ട് നമ്മൾ ഈ ബ്രൈഡ് ടു ബി മൂഞ്ചിയോ എന്ന് ചോദിച്ചാൽ മൂഞ്ചിയിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്നുള്ളത് നമുക്ക് ലാസ്റ്റ് കാണാം. കുറച്ച് കോമഡി ആയിരുന്നു അവസ്ഥ. ഇത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് മൊത്തത്തിൽ മൂഞ്ചിപ്പോയിരുന്നു. എങ്കിലും നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. പക്ഷെ കുറച്ച് ടൈം കൊണ്ട് എടുത്തതായത് കാരണം നമുക്ക് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഞാനിതാ മേക്കപ്പ് ജസ്റ്റ് ഒന്ന് കോമ്പാക്റ്റ് ഒക്കെ ചെയ്ത് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അവൾക്ക് പിന്നെ എന്താ ഐഷാഡോ ഇട്ട് കൊടുക്കുന്നത്. ഐഷാഡോ ഒരു റോസ് കളർ അല്ല, ഒരു ബേൺഡ് ഓറഞ്ച് ആയിട്ടുള്ള ഷെയ്ഡാണ്. കാരണം അവളുടെ ഡ്രസ്സ് റെഡ് കളറാണ് കേട്ടോ. ഫുൾ റെഡാണ് വന്നിട്ടുള്ളത്. ഇന്നൊരു റെഡ് ആൻഡ് വൈറ്റ് തീമിലാട്ടോ നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകുന്നത്. ഞങ്ങൾ 3 പേരും വൈറ്റ് ഡ്രസ്സാണ്. അവളതും വൈറ്റ് ഡ്രസ്സാക്കാമെന്നാണ് കരുതിയത്. പക്ഷെ എല്ലാവരും ഒരുപോലെ തോന്നുക. നമുക്ക് വേറെ ഒരുപാട് ഡെക്കറേഷൻസും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ അവളത് കുറച്ച് ഹെവി ആക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ ഫ്രോക്ക് വന്നിട്ട് നമ്മൾ മുന്നേ നമ്മൾ തയ്പ്പിച്ചിട്ട് പൊന്നൂൻ്റെ മോം ടു-ബിക്കൊക്കെ യൂസ് ചെയ്ത സെയിം തന്നെയാണ്. നമ്മൾ ഇത് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നടത്താൻ പറ്റിയ ബ്രൈഡ് ടു ബി ആക്കിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഐ ലുക്കൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കുറച്ചൊന്നൊരു നമ്മൾ ജെൽ ഐലൈനർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു സ്മോക്കി ഐ പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഐബ്രോ ഒക്കെ ഫില്ലാക്കി കൊടുത്തു. അപ്പോൾ അതാ ഏട്ടൻ കണിക്കൊന്നയൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് അവളെ കുറച്ചുകൂടെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്. വന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, ഇത് എന്തിനാ എല്ലാവരും റെഡിയാവുന്ന എന്തിനാണ്, ഇതെന്താ ഇവിടെ വേറെ എന്തെങ്കിലും പരിപാടി നടക്കുന്നുണ്ടോ, ഒന്നും അറിയാത്ത പോലെ ആയിരുന്നു കേട്ടോ സംസാരം. അങ്ങനെ ഇതാ ലിപ്സ്റ്റിക്കും ഞാൻ ചെറുതായിട്ട് കൊടുത്തു. ഒരു റെഡ് ലിപ്സ്റ്റിക്ക് പോലെ ചെറുതായിട്ടൊന്ന് കൊടുത്തു. നല്ല ഡാർക്ക് റെഡാക്കി കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതാ അച്ഛൻ അമ്മ എല്ലാവരും ഇതാ നോക്കി നിൽക്കുകയാണ്. ഏട്ടനും എല്ലാവരും ഉണ്ട് കേട്ടോ. ഇവിടെ മൊത്തത്തിൽ എല്ലാവരും ഉണ്ട്. ഒരു ബഹളമായിരുന്നു. അങ്ങനെ ഓൾമോസ്റ്റ് അവളുടെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെയർ കാര്യങ്ങളാണ് കേട്ടോ സെറ്റാക്കി കൊടുക്കാനുള്ളത്.
ഇതാണ് കേട്ടോ എൻ്റെ കസിൻ മിന്നു വന്നിട്ട് എൻ്റെ മുത്തിന്റെ കല്യാണത്തിനെ പറ്റിയുള്ള അഭിപ്രായം ഭയങ്കര മടിയാട്ടോ യൂട്യൂബ് ചാനലിൽ വരാൻ. അഥവാ എങ്ങാനും അവളെ കണ്ട് ചാനൽ വൈറലായാലോ അങ്ങനെ. പിന്നെ നമ്മൾ ഹെയർ കേൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് കേൾ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ചുരുങ്ങിയ ടൈം കൊണ്ട് നമുക്ക് കിട്ടൂല, ഫുള്ളായിട്ട് ചെയ്യാൻ നല്ല ടൈം എടുക്കും. അതിനിടയ്ക്ക് ഇത് ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറഞ്ഞാൽ അതിൽ രണ്ടെണ്ണം എന്താ ഇവിടെ എൻ്റെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ മാത്രം ഞാൻ 1-2 സ്റ്റാൻഡ്സ് മാത്രം ഇതുപോലെ കേൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഫേസിനൊരു ചേഞ്ച് തോന്നിക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. ബാക്കിയൊക്കെ അങ്ങനെ തന്നെ കിടക്കുകയാണ്. അങ്ങനെ ഇതാ അത് സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇതാ അവളുടെ ഫ്രോക്ക് ഞാൻ കൈ കൊടുത്തിട്ടുണ്ട്. ഈ ഫ്രോക്ക് കൊടുത്തപ്പോൾ തന്നെ അവൾക്കൊരു ഡൗട്ട് അടിച്ചു എന്ന് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്തൊക്കെയോ വിഷുവിന് ഈ ഡ്രസ്സാണ് ഇടുന്നതെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയൊക്കെ പറഞ്ഞ് ഒപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഈ ഡ്രസ്സ് ഇട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ്. സംഭവം നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് ഇവളാണോ എൻ്റെ ചേച്ചിയാണോ, അനിയത്തിയോ അല്ലെ ചേച്ചിയോ ആരോ ഒരാൾ തന്നെ തയ്ച്ചതാണ്. ഇത് ആതിരയുടെ മോം ടു ബിക്ക് എടുത്തതായിരുന്നു കേട്ടോ. അവൾ തയ്ച്ചതായിരുന്നു. അതുകൊണ്ട് നല്ല ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട്. കാരണം അവൾക്ക് വയറന്ന് കുറവായിരുന്നു. അപ്പോൾ ഫോട്ടോയിലൊന്നും കൂടെ തോന്നിപ്പിക്കാൻ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഡ്രസ്സാണ് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു നോർമൽ ഞാൻ ഇരുന്ന ഈ ഒരു ടോപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മൾ വിഷു ഫോട്ടോഷൂട്ടിന് ഒരിക്കലും നമ്മൾ ചൂസ് ചെയ്യാത്ത ഡ്രസ്സാണല്ലോ ആ റെഡ് ഡ്രസ്സ്. അപ്പോൾ ഏകദേശം അവർക്ക് ധാരണ വന്നിട്ടുണ്ട്. എന്നാലും ഞങ്ങളെ വായുന്നത് പുറത്ത് വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളും കൂടെ വേഗം റെഡി ആവട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് വേഗം ഇവിടെ അടുത്തൊരു ഓഡിറ്റോറിയത്തിൽ നിന്നാണ് കേട്ടോ എടുക്കാൻ പോകുന്നത്. ചെറിയൊരു സെറ്റപ്പ് ആയിട്ട്. അപ്പോൾ വേഗം തന്നെ മാറ്റട്ടെ. കണ്ടോ പൊന്നു മിന്നുവിൻ്റെ മുടിയൊന്നും ഇനി കേൾ ചെയ്ത് കൊടുക്കാനൊന്നും ടൈമില്ല. ഞാനപ്പോൾ അവളെ ജസ്റ്റ് ഒന്ന് ഇതങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഹെയർ ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അവൾക്ക് വെള്ള ഇതുപോലത്തെ ടോപ്പ് ഇല്ലാത്ത കാരണം അനിയത്തിൻ്റെ ഒരു ടോപ്പ് ഇട്ടിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എന്തൊക്കെയായാലും മൊത്തത്തിലൊരു തട്ടിക്കൂട്ടായതിൻ്റെ ഒരു കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ ഏകദേശം എന്താ ഞങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി വേഗം എന്താ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഒട്ടും ടൈമില്ല. 4 മണിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ എന്താ ക്ലോക്കിലേക്ക് നോക്കണ്ട, ക്ലോക്ക് തെറ്റാണ് കേട്ടോ. നമ്മൾ പെട്ടെന്ന് റെഡി ആയിട്ടോ, ഓൾമോസ്റ്റ് റെഡി ആയി. ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും വൈറ്റ് ഡ്രസ്സ് ഇടുക. അവള് റെഡാണ്. ഒരു വൈറ്റ് ഡ്രസ്സും കൂടെ അവൾക്ക് എടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ മാറ്റാം. അവൾക്ക് ഓൾറെഡി ഇപ്പം നല്ല ഡൗട്ട് തോന്നിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ സർപ്രൈസ് പോയി കൊടുക്കാം. കേക്കൊക്കെ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. അമ്മ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പോവാണ്. 5 മണിൻ്റെ ഉള്ളിൽ നമുക്കൊക്കെ തീർക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടായിരിക്കും എന്താ ഞാൻ കേക്ക് ഉണ്ടാക്കാത്തതെന്ന്. ഞാൻ കേക്ക് ഉണ്ടാക്കി തുടങ്ങിയിരുന്നു. പക്ഷേ എൻ്റെ കുറച്ച് ഫോൾട്ട്, ഞാൻ എൻ്റെ വേറെ ജോലിയിലും കൂടെ ഏർപ്പെട്ട് നിൽക്കുന്ന ടൈമിലായത് കാരണം അത് ഫ്ലോപ്പായിപ്പോയി. പിന്നെ നമുക്ക് ടൈമില്ലായിരുന്നു. വീട്ടിൽ പെയിൻറ്റ് പണിയും കാര്യങ്ങളും പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സിറ്റുവേഷനിലായിരുന്നു വീട്ടിൽ വെച്ചിട്ട്. അത് കാരണം ഞാൻ കേക്ക് ഉണ്ടാക്കിയില്ല. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുക കേട്ടോ ചെയ്തത്. അപ്പോൾ അതാ കണിക്കൊന്നയും കൊണ്ടൊക്കെ പോയത് കേട്ടോ. കേക്ക് അവൾ കാണാണ്ടാണ് കാറിൽ വെച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കുട്ടീസിനൊക്കെ എടുത്തിട്ട് പോവാണ്. അമേലിക്കുട്ടിക്ക് ഡ്രസ്സ് കാർന്നിട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ടോ. നേരം വൈകി കാരണം അതിനൊന്നും നേരം കിട്ടിയില്ല. അമേലിക്കുട്ടീൻ്റെ ജസ്റ്റ് ഒരു ഉടുപ്പൊക്കെ ഇട്ടിട്ട് നമ്മുടെ വിഷു ഫോട്ടോ എടുക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ തൊട്ട് ഇവിടെ അങ്ങാടി തന്നെയാണ് കേട്ടോ ഓഡിറ്റോറിയം വന്നിട്ട്. ഏട്ടൻ അവിടെ മാനേജറാണ്. അപ്പോൾ അങ്ങനെ പോയിട്ട് നമ്മൾ അവിടെ നിന്ന് പുറകിൽ നിന്ന് കുറച്ച് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മരത്തിനെ ഭയങ്കരമായിട്ട് വർണ്ണിച്ചിട്ട് അവിടെ ഒരു മരമുണ്ട്, ആ മരം ഇങ്ങനെയാണ്, അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് അടിപൊളിയാവും അതൊക്കെ പറഞ്ഞാണ് ലാലു ഈ ലൊക്കേഷൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയതും ഭയങ്കര മഴക്കാറായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എന്താക്കും എന്നുള്ളത്. കറക്റ്റ് ഒരുപാട് പോസ്റ്റിലൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ എത്തിയത് ലാലു ടേബിളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ തന്നെ മുത്തുവിന് ഏകദേശം കാര്യം മനസ്സിലായി. ലാലിൻ്റെ മുണ്ട കഴിഞ്ഞ് പോകുന്ന സീനാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ ടേബിളും കാര്യങ്ങളൊക്കെ ഞാൻ തുടച്ച് സെറ്റാക്കുകയാണ്. നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് ഡെക്കറേഷൻ ചെയ്യാൻ നമുക്ക് വേറെ ഒന്നും ഇല്ലാത്ത കാരണം ജസ്റ്റ് ടേബിളിൽ നമ്മൾ വൈറ്റ് ഒരു ഫർ ക്ലോത്ത് നമ്മൾ വിരിച്ചിട്ടുണ്ട്. അതിൽ പിന്നെ നമ്മൾ 2-3 ബലൂണും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും ഒരു കേക്ക്, പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഗ്ലാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പെപ്സി ഒഴിച്ചിട്ടാണ് നമ്മൾ ചീർസ് പറയുന്നത്. വൈനിന് പകരം പെപ്സി ആക്കിയിട്ടുണ്ട് കേട്ടോ.
പിന്നെ മിന്നു വരുന്ന ടൈമിൽ തന്നെ ആക്സസറീസ് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രൈറ്റ് ട്യൂബിൻ്റെ. ഞാൻ സാധാരണ റെൻ്റാണ് എൻ്റെനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ റെൻറ്റ് തരുന്ന കുട്ടിക്ക് അവൾ അവിടെ സ്ഥലത്തില്ലാത്ത കാരണം ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അതൊരു 100 സംതിങ് രൂപയ്ക്ക് അവൾക്ക് ബ്രൈറ്റ് ട്യൂബിൻ്റെ ഒരു കണ്ണട വയ്ക്കുന്ന പോലെ ആ ഒരു സംഭവം, ബാക്കി കയ്യിൽ വയ്ക്കുന്ന ആക്സസറീസും പിന്നെ ഷോള് പോലൊരു സംഭവം ബാനർ അതെല്ലാം കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആകെ ഒരു 100-200 രൂപേൻ്റെ ഉള്ളിൽ അതൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ചീർസ് പറയാനുള്ള ഒരു ഗ്ലാസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കവർ ചെയ്താണ് എടുത്തിരുന്നത്. അതൊക്കെ ഇതാ സെറ്റാക്കി വെക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും ബഡ്ജറ്റ് കുറച്ചിട്ടാണ് കേട്ടോ ഈ ബ്രൈറ്റ് ട്യൂബ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒരു പെപ്സി വാങ്ങി, ഒരു കേക്ക് വാങ്ങി, 2-3 ബലൂണും കേക്കും നമ്മളൊരു 1/2 kg ഒക്കെ ആയിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു ആക്സസറീസും എന്തായാലും ഒരു 1000-നുള്ളിൽ ഒരു 700 രൂപേൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് എല്ലാം തന്നെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് തുമ്മിൽ വെക്കാൻ പറ്റുമോ? ഭയങ്കര വെയിലാണ്, കണ്ണ് കുത്തുന്നുണ്ട്. മഴക്കാറും അതേപോലെ തന്നെ ഉണ്ട്. പണി കിട്ടിയില്ലെങ്കിൽ നമുക്ക് നടത്താം. അപ്പൊ ഇതാണ് നമ്മളെ ബ്രൈറ്റ് ട്യൂബ്. നമ്മളെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ കസിൻസോ ആരെങ്കിലുമൊക്കെ ഇനി ബ്രൈഡ് ആവാൻ പോകുന്നവർക്ക് ഇതുപോലെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്രൈറ്റ് ട്യൂബൊക്കെ നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ ഒരു ഷോൾ ഇനി അവൾ അണിയിക്കാൻ പോവാണ്. അപ്പോൾ അത് ഞാനാണ് കേട്ടോ അണിയിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് റെഡ് ഷെയ്ഡിലാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. വൈറ്റ് ആണെങ്കിലും ഇന്നും ബെറ്റർ ആയിരുന്നു, എങ്കിലും ഇത് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അവൾ അപ്പോഴാണ് അവൾക്ക് ഭയങ്കര ഹാപ്പി ആയത്. നിങ്ങൾ അവളെ ഫേസ് നോക്കിയാൽ കാണാം. അങ്ങനെ ഞങ്ങളതാ അത് റെഡിയാക്കി അണിയിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട്, മഴ തുള്ളിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങളുടെ ആക്സസറീസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അതുപോലെ കേക്കൊക്കെ കേക്കും റെഡ് വെൽവെറ്റ് ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. 1/2 kg ബ്രൈറ്റ് ട്യൂബിൻ്റെ ഒരു ടോപ്പറും കൂടെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടി കേക്ക് വന്നിട്ട്. ഞാനിതാ ബലൂണൊക്കെ വീർപ്പിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് തിരക്ക് പിടിച്ചിട്ടായതുകൊണ്ട് അങ്ങോട്ട് വീർക്കുന്നില്ലായിരുന്നു. അപ്പോഴേക്കും മഴ തുള്ളിയിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്, മാക്സിമം ഫാസ്റ്റ് ആക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫോട്ടോ എടുക്കലൊക്കെ. 5 മണിയാകുമ്പോഴേക്കും മിന്നുവിന് പോകണം. അപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഒക്കെ കൂട്ട് ബഹളമായിരുന്നു. ഒരു സമാധാനത്തിൽ സാവകാശത്തിൽ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വെള്ളത്തിന് വെച്ചിട്ടാ ഉച്ചക്ക് ബിരിയാണി ഒക്കെ അല്ലേ എന്നെ അത് കിട്ടിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഫോട്ടോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടോ. ഈ ഒരു ആക്സസറീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ നോക്കി വെച്ച പോസസൊക്കെ മറന്നിട്ടുണ്ടായിരുന്നു. എല്ലാം പെട്ടെന്ന് ഷടപടെ പ്രതീക്ഷിക്കാത്തൊരു മഴ. ഇതുവരെ ഭയങ്കര വെയിലും ചൂടായിരുന്നിട്ട് ഞങ്ങളൊന്ന് സെറ്റാക്കി നോക്കിയപ്പോൾ അപ്പോൾ വന്നിട്ട് പ്രകൃതിക്ക് പോലും ഇഷ്ടമില്ലാത്ത മാതിരി മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മിന്നു ആണെങ്കിൽ പോകുന്ന ടെൻഷനിലാണ്. അങ്ങനെ ഞങ്ങൾ 1-2 പോസൊക്കെ പിടിച്ചിട്ട് ഇതാ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതാ ഇതും കൂടെ ഞാൻ തലയിൽ വെച്ച് കൊടുക്കുകയാണ്. അതിന്റെ കുറച്ചൊരു പാപം അമീലിയ കലാശോക कोई भी मुश्किल नहीं है। ഞാൻ വീഡിയോ
പോയി ഫോട്ടോ എടുക്കടാ ചെക്ക. അവിടെ പട്ടി വന്നു. പിന്നൊന്നും എടുത്തിക്കുന്ന അപ്പൊ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അത് ഈ ചെരിച്ച് അമ്മ ചെരിച്ചെടുക്കണോ വീഡിയോ? ഞങ്ങൾക്ക് വേണം. നമ്മക്ക് കിട്ടൂല. ഫുൾ മൂഞ്ചി ഗൈസ്. മഴ പെയ്ത് ആകെ പണിപാളി. എന്തിനോ വേണ്ടി. അപ്പോൾ ഒറ്റയ്ക്ക് തിന്നലാടാ, ഒരു പീസ് എനിക്ക് വേണ്ട. നല്ല ടേസ്റ്റും ഉണ്ട്. തേങ്ങ എവിടുന്ന വാങ്ങിയാവോ. അങ്ങനെ മഴ ഞങ്ങൾക്ക് നല്ല പണി തന്നിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ടാണെങ്കിലും നമ്മൾ വേഗം തന്നെ അവിടെ നിന്ന് എല്ലാം മാറ്റി. പിന്നെ ഞങ്ങൾ ഗ്യാങ് ആയിട്ട് തന്നെ കുറച്ച് വീഡിയോയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഷോർട്സ് ആക്കാനുള്ളതൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അമേലിയക്കുട്ടീൻ്റെ 1-2 ഫോട്ടോസൊക്കെ എടുക്കാൻ നിൽക്കാൻ കേട്ടോ. അവളാണ് ഈ കൃഷ്ണനെ കൊണ്ട് ഓടുമായിരുന്നു. അങ്ങനെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കുറച്ച് ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫോട്ടോസ് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വെഡിങ് വ്ളോഗും കാര്യങ്ങളും പ്രിപ്പറേഷൻസൊക്കെ വഴി വരുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.